ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ്, കുറേ ആയിട്ട് ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ച ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യേണ്ട അവസ്ഥയിലാണ്. കാരണം ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായി അല്ലേ? ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും അതൊന്നും നമുക്കൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ ആളുകൾ എന്ത് ചെയ്യും, അതങ്ങോട്ട് എടുത്തു പോകും. പിന്നെ എന്താ പറയുക, കമൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും തിരിച്ച് റിയാക്ട് ചെയ്യാമല്ലോ അല്ലേ? എല്ലാ ഇതിൻ്റെ താഴെയും കമൻറ്റ് സെക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടും എഴുതി പോവാ എന്ന് എവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അതെ, ക്രിറ്റിസിസംസ് ഒക്കെ ആവാം, പക്ഷെ അത് നല്ല രീതിയിൽ, നല്ല മാന്യമായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്, എൻ്റെ ഐഡിയോളജീസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്, എൻ്റെ നിലപാടുകൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാം ക്രിട്ടിസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ അത് എന്താ പറയുക, കുറച്ച് മാന്യമായ രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് പ്രയാസപ്പെട്ട കുറച്ച് കമൻറ്റ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വായിക്കാൻ പോവാണ്. അതും ഇതിൻ്റെ മുന്നത്തെ കുറേ വീഡിയോസിനൊക്കെ കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പം ഞാൻ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോക്ക് കുറച്ചധികം നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാനൊന്ന് വായിച്ചിട്ട് എൻ്റെ അഭിപ്രായം, അതല്ലെങ്കിൽ എനിക്കെന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നും കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഈ കമൻറ്റ് ചെയ്ത ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കമൻറ്റ് ജസ്റ്റ് വായിക്കാം കേട്ടോ. അധികമൊന്നുമില്ല, കുറച്ചെണ്ണം മാത്രമേ ഞാൻ എടുത്തുള്ളൂ, കാരണം വീഡിയോ ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ എന്തായിരുന്നു എന്നും കൂടെ ജസ്റ്റ് പറയാം. ഞാൻ വീഡിയോ ചെയ്തത് ആക്ച്വലി റിയാക്ഷൻ കൈൻഡ് ഓഫ് വീഡിയോ ആയിരുന്നു. അതായത് അസ്ല, ജാസ്മിൻ, കൈസ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ തീർന്നില്ലേ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തന്നെ. അത് പറയുമ്പോൾ ഭയങ്കര ക്രിഞ്ചാണ്. കാരണം തീർന്നു പറഞ്ഞും കേട്ടും മതിയായ ഒരു വിഷയമാണത്. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നോ, എപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയം, അപ്പം എനിക്കും എന്തോ പറയണം തോന്നിയാൽ അപ്പം ഞാൻ വീഡിയോ ചെയ്തതാണ്. യൂഷ്വലി ഞാൻ അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ബട്ട് ഇത് ക്വൈറ്റ് ആക്സിഡൻ്റലായി സംഭവിച്ച ഒരു കാര്യം. പക്ഷെ അതിന് താഴെയാണ് ഇത്രയും മോശപ്പെട്ട കമൻറ്റ്സ് വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ, അതിന് ഈ എന്തിനാ ഇടപെടുന്നേ? ഈ ആ പ്രശ്നത്തിലുള്ള പങ്കാളി ഒന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ കിടന്ന് ചെലക്കണേന്ന്? അതാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. പിന്നെ എന്തിനാ കിടന്ന് ചെലക്കണേ? ഷോൾ ഇടണോ ഇടണ്ടേന്ന് ഓല ഇഷ്ടമാണ്. അതിന് ഇജ് ഇവിടെ കിടന്ന് ചെലച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഈ വലിയ ഈമാനി ഒന്നും ആവണ്ട. ഇതാണ് ആക്ച്വലി കമൻറ്റ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആക്ച്വലി ഒരു മലപ്പുറം സ്ലാങ് ആണ്. കാരണം ഇജ്ജ്, കജ്ജ്, പജ്ജ് ഇതൊക്കെ മലപ്പുറം ആണല്ലോ. ആക്ച്വലി ഞാനും മലപ്പുറമാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ഞാൻ കളിയാക്കല്ല, അതല്ലെങ്കിൽ ഒരു ഭാഷേനെ ഞാൻ കുറ്റം പറയല്ല. പക്ഷേ സ്ലാങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു മലപ്പുറംകാരിയാണ് എഴുതിയത് എന്നാണ്. ഒരു ലേഡിയാണ് ഡെഫിനറ്റ്ലി. ഞാൻ തൽക്കാലം പേര് വായിക്കുന്നില്ല, കാരണം അത് പറഞ്ഞിട്ട് അവരൊരു, എനിക്ക് എന്താ പറയുക, അവരൊരു മോശമായി ചിത്രീകരിക്കാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പം ഇതിലെന്താണെന്നറിയോ, ഈ ആ പ്രശ്നത്തിൽ പങ്കാളിയൊന്നും അല്ലല്ലോ. ആക്ച്വലി നമ്മളും സാമൂഹിക ജീവികളാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾക്കും ചില കാര്യങ്ങളിൽ നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടതുണ്ടാവും. അതിനിപ്പോൾ ഈ എന്തിനാ കിടന്ന് ചിലക്കണമെന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഈ എന്തിനാ കിടന്ന് ചിലക്കണേ? എൻ്റെ ഇഷ്ടം ഞാൻ അഭിപ്രായം പറഞ്ഞത്. അതെന്നെ ഈ എന്തിനാ ചിലക്കണേന്ന് പറയണമെങ്കിൽ വൈ ആർ യു ചിലക്കലിങ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഷോൾ ഇടണോ ഇടേണ്ടതെന്ന് പോലെ ഇഷ്ടം അത്ര തന്നെ, അവരിഷ്ടമാണ്. ഞാനതിന് നീ എന്തായാലും ജാസ്മിനെ ഷാളിടണം, നീ എന്തായാലും അസ്ല ഷാളിടണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ജാസ്മിന് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. കാരണം അവൾ ആദ്യം ഷാൾ ഇടാതെ ഞാൻ വീഡിയോ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഷാൾ അഴിച്ചു. ആ ഒരു നിലപാട് എനിക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ജാസ്മിനോട് ഒരു ചെറിയ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഞാനൊരു വലിയ ഈമാനിയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഷോൾ ഇടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനൊരു വലിയ ഈമാനിയാണെന്ന് ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല മൈ ഡിയർ. ഓക്കെ, അപ്പോൾ അതാണ് കമൻറ്റ് നമ്പർ 1. ഇനി കമൻറ്റ് നമ്പർ 2. ഈ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നേ? എന്തിനാ അതിലൊക്കെ ഇടപെടുന്നേ? ഇയാൾ ഇസ്ലാം പറഞ്ഞ എല്ലാ കാര്യം ചെയ്യലുണ്ടോന്ന്? മൈ ഡിയർ, ഞാനത് ഇടപെട്ടത് ഒരു സോഷ്യൽ കേസ് ആയതുകൊണ്ടാണ്. അത് ഇടപെടേണ്ടാത്തൊരു വിഷയമാണെങ്കിൽ അത് അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷെ ഇത് നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ പോകുന്നവരും ഇവിടെ പോകുന്നവരും എല്ലാവരും കല്ലെറിയുന്നവരും മൂച്ചയായി കഴിഞ്ഞാൽ എല്ലാവരും കല്ലെറിയും, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനും എറിഞ്ഞു, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് ഞാനൊരു വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് വലിയൊരു ബോംബൊന്നും പൊട്ടിച്ചിട്ടില്ല. അത് ഓൾറെഡി പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ള, കാരണം നമ്മളും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പം ഇതിനകത്ത് ഇമാതിരി സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോകുന്നത്. അതല്ലാതെ ഞാൻ വലിയ ഈമാനി ആയതുകൊണ്ടൊന്നല്ല ഞാൻ അതിൽ റിയാക്ട് ചെയ്തത് കേട്ടോ.
ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്താ പറയുക, ഞാൻ സ്കാർഫിനെ കുറിച്ച് പറഞ്ഞതാണ്. സ്കാർഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു, എനിക്കറിയില്ല എൻ്റെ പടച്ചോനെ. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അസ്ലിം സ്കാർഫ് ഇടാത്തൊരു കുട്ടിയാണ്, അവൾ മുസ്ലിമാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ അവളൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അവൾ ആദ്യമേ ഇടാറില്ല. പിന്നെ ഞാൻ സ്കാർഫ് ഇടാതെ വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞ അവൾ അഴിച്ചൊരു കുട്ടിയല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അസ്ലേനെ പറയാത്തത്. പക്ഷെ ജാസ്മിനോട് എനിക്കൊരു ഇഷ്ടക്കേടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ജാസ്മിൻ പട എന്നെ വന്ന് അറ്റാക്ക് ചെയ്യണോ എന്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെയാണ് ഗൈസ് വിഷയം. പിന്നെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത മറ്റൊരു കമന്റ്. ഇഷ്ടപ്പെടാത്ത കമന്റ് നമ്പർ 3. ബെസ്റ്റ്. ജാസ്മിന്റെ തട്ടമിടാത്തത് കൊണ്ട് ഇഷ്ടമില്ല. ജാസ്മിൻ തട്ടമിടാത്തത് കൊണ്ട് ഇഷ്ടമില്ല കാരണം ഒരു മുസ്ലിം പെൺകുട്ടി. ഹില പിന്നെ മുസ്ലിം അല്ലായിരിക്കുമല്ലോ അല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കുട്ടി എന്നെ ഉപദേശിക്കുകയാണ് കേട്ടോ. ഇവരുടെ വിഷയം കോണ്ടന്റ് ആക്കിയാൽ റീച്ച് കൂടും വിചാരിച്ച് ചെയ്തതാണോന്ന്. എന്താല്ലേ, റീച്ച് കൂടാൻ എനിക്ക് വേറെ പല ടിപ്സും അറിയാം, ചെയ്യാത്തതാണ്. കാരണം ഞാൻ ഡീസൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ, നിങ്ങളെ വിശ്വസിച്ചോളന്നില്ല. എനിക്ക് റീച്ച് കൂടാൻ പലതും ചെയ്ത് കൂട്ടാം. ഓക്കെ, ഒരു ദിവസം കൊണ്ട് തന്നെ റീച്ച് കൂടാൻ പറ്റുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. ചെയ്യാത്തതുകൊണ്ടാണ്. എനിക്കിപ്പോൾ ഉള്ള റീച്ച് മതി, ഞാൻ ഉള്ളത് കൊണ്ട് ഹാപ്പിയാണ്. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. പിന്നെ ഇതുകൊണ്ടായിട്ട് എൻ്റെ വീഡിയോ എന്താ പറയുക മില്യൺസ് വ്യൂസ് ഒന്നും അടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടായിട്ട് എനിക്ക് പ്രത്യേകിച്ച് റീച്ചും കിട്ടിയിട്ടില്ല കേട്ടോ, വേറെ കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടമാണ് കുട്ടി എന്നെ ഉപദേശിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടത് എൻ്റെയും ഇഷ്ടമാണ് കുട്ടി എന്ന് എനിക്ക് തിരിച്ചും പറയാനുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ്, ഇത് ആക്ച്വലി ഒരു പുരുഷനാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പറയാൻ നീ ഏതാ? ഞാനാണ് ഷാക്കിർ അബ്ദുൽ ഖാദർ. നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ, കണ്ടവരെ കാര്യം നോക്കണേ എന്തിനാന്ന്. അപ്പൊ നീ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു, എൻ്റെ കാര്യം എന്നോട് നീ എൻ്റെ കാര്യം നോക്കണം. അപ്പൊ നീ ചെയ്യുന്ന കാര്യം, നീ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ എൻ്റെ കാര്യം നോക്കുന്നേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയിക്കോട്ടെ അല്ലേ. അപ്പോൾ എന്താ പറയാ, പുരുഷനാണ്. വീണ്ടും ഞാൻ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം എന്തിനാ വെറുതെ അല്ലേ, അവരവരുടെ വഴിക്ക് ഞാൻ വിടുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പോൾ നീ ഏതാന്നൊക്കെ എന്നോട് ചോദിക്കണേ. എന്ത് പറയാനാ, എനിക്കൊരു ഐഡന്റിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡന്റിറ്റി പറഞ്ഞുതരാം. ഇന്ന സ്ഥലത്ത് ഇന്നയാളുടെ മകളായിട്ട്, ഇന്നയാളുടെ ഭാര്യയായിട്ട്, ഇന്ന കുട്ടികളുടെ ഉമ്മയായിട്ട് ഇന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയിപ്പോൾ ഇതെല്ലാം എനിക്ക് വീഡിയോ പറയാൻ താല്പര്യമില്ല, കാരണം ഓൾറെഡി എൻ്റെ വ്യൂസ് എൻ്റെ ചാനൽ, എൻ്റെ വ്ളോഗ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നല്ല സബ്സ്ക്രൈബേഴ്സിനെ അറിയാം ഞാൻ ആരാണെന്ന്. ഓക്കെ, അപ്പം നിനക്കൊരാൾക്കായിട്ട് മാത്രം നീ ഏതാന്നുള്ളൊരു ആൻസർ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയല്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നെക്സ്റ്റ് കമൻറ്റ്, ഇതൊക്കെ ഒരൊറ്റ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ്സ് ആണ് കേട്ടോ. ഹിജാബ് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ? ആണ്, എനിക്കറിയാലോ. മുസ്ലിം ആയതുകൊണ്ട് തനിക്ക് ഹിജാബ് വേണം എന്ന് പറഞ്ഞ് വേറൊരു മുസ്ലിം ഹിജാബ് ഇടുന്നതിൽ അത് അയാളുടെ പേഴ്സണൽ ബിലീഫ് ആയിട്ട് കാണുന്നതല്ലേ ബെറ്റർ? എന്തിനാ അതിൻ്റെ പേരിൽ ഒരാളോട് ഹെയ്റ്റ്? ഇത് കുറച്ചും കൂടെ ഒരു മാന്യമായ കമൻ്റ് ആട്ടോ. ആക്ച്വലി ഇങ്ങനെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ വന്നു എന്നേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി അതിൻ്റെ പേരിൽ ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റ വാക്കേ ഉണ്ടാവാൻ പാടുള്ളൂ. കാഴ്ചപ്പാടുകൾ മാറും, പക്ഷെ അത് ഇങ്ങനെ നമ്മൾ ഡെയിലി ഡ്രസ്സ് മാറ്റുന്ന പോലെ കാഴ്ചപ്പാടുകൾ മാറുക എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കാഴ്ചപ്പാടുകൾ സ്ഥായിയായ ഒരു കാഴ്ചപ്പാടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ അതൊരു ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അങ്ങനെ പറഞ്ഞത്. അതിൽ ഒരു ഹെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്ന്, വെറുപ്പ് എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഇഷ്ടക്കേട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതൊരു ഹെയ്റ്റൊക്കെ ആയിട്ട് നിങ്ങളൊരു വലിയ സംഭവമാക്കി ഒന്ന് എടുക്കല്ലേ മൈ ഡിയേഴ്സ്. പിന്നെ നെക്സ്റ്റ്, ജാസ്മിൻ മാത്രമല്ല ഒരാളെ മാത്രം പറയല്ലടോ, ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടുന്നില്ലല്ലോ. അത് കറക്റ്റാണ്, മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടുന്നില്ല. മുസ്ലിം ആയതുകൊണ്ട് എല്ലാവരും മുസ്ലിം പേരുള്ളത് കൊണ്ടും മുസ്ലിം ഉമ്മാക്കും വാപ്പാക്കും ജനിച്ചത് കൊണ്ടും മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ലല്ലോ അല്ലേ. കുറേ പേര് മുസ്ലിം ആണെന്നുള്ള പേര് നടക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ ഭാഗത്തും കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. എൻ്റെ അറിവുകേട് കൊണ്ടും അറിഞ്ഞുകൊണ്ടൊക്കെ ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കറക്റ്റാണ്. നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ആ ഒരു കാഴ്ചപ്പാടിനോട് മാത്രം ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇന്ന് പറയാണ് മൈ ഡിയേഴ്സ്, ഞാൻ ഇന്ന് മുതൽ എൻ്റെ മുഖം മറച്ചുകൊണ്ട് മാത്രമേ വീഡിയോ ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ പബ്ലിക്കായിട്ടൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ സ്കാർഫ് അഴിച്ച്
അയച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഐ മീൻ എന്താ പറയുക ഫേസ് കവർ അയച്ചിട്ട് ഞാൻ പറയുകയാണ് കുറേ കാലം ഞാൻ കഷ്ടപ്പെട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ജീവിച്ചു, ഇനി എനിക്ക് പറക്കണം, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹിജാബ് ഐ മീൻ എൻ്റെ ഫേസ് കവർ അഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം ഇതിനൊക്കെ പറയാം, അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമെങ്കിലും എടുത്ത് പറയുകയാണെങ്കിൽ ഓക്കെ മനസ്സിലാവും ഇത് ആക്ച്വലി കുട്ടീൻ്റെ കുറേ കാലത്തെ ചിന്താഗതിയിൽ വന്ന മാറ്റമാണ്. ഇതിങ്ങനെ അടിക്കടി ഇങ്ങനെ എന്താ പറയുക കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ നമുക്കും ചിലപ്പോൾ ചിലതൊക്കെ പറയാനുണ്ടാവില്ലേ. അത്രേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ, അത്രേ ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ, അതല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക ഈ കുറച്ച് കമൻറ്റ്സ് എനിക്ക് കുറച്ച് മാനസികമായിട്ട് കുറച്ച് എന്താ പറയുക ഒരു വിഷമം ഉണ്ടാക്കിയപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾ കമൻറ്റ് ചെയ്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രയാസമായിട്ടൊന്നും തോന്നണ്ട, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ അതേപോലെ ഒരു മറുപടി തന്നു എന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. അപ്പോൾ കമൻസ് ഇടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, കാരണം അത് ചിലപ്പോൾ നമ്മൾ കമൻ്റ് ഇടുന്ന ആ ഒരു വ്ളോഗറുടെ അതല്ലെങ്കിൽ ആ യൂട്യൂബറുടെയൊക്കെ കുറച്ച് നേരത്തെങ്കിലും മാനസിക ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ടു ബി ഫ്രാങ്ക് ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും എഫക്റ്റ് ആവുന്ന കമൻസ് വരും എന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ ഞാനൊരു കവചം തീർത്തതാണ് ഒരു റിയാക്ഷൻ വീഡിയോ. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെന്ന് മാത്രമേ, ഞാൻ വലിയൊരു ഈമാനിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മുസ്ലിം പെൺകുട്ടിയാണോ എന്ന് പറയാം. ഇനിയിപ്പോൾ നീ പെൺകുട്ടിയാണോ നീ തള്ളയല്ലേ എന്നൊക്കെ ചോദിച്ചു വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ, 2 കുട്ടികളുടെ ഉമ്മയാണ് ഞാൻ. അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം, എല്ലാവരോടും ഒരുപാട് സന്തോഷം, പിന്നെ ഒരുപാട് സ്നേഹം, പിന്നെ എന്താ പറയുക നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ ഇടുക. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ യൂഷ്വലി എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസിനും ഞാൻ നല്ല രീതിയിൽ മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് വന്നതിൽ ചിലതിൽ എന്താ ഞാൻ മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു, അത് എസ്സേ ആയി പോകും. പിന്നെ ആ എസ്സേ എഴുതിയിട്ട് അയാളെ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമല്ലേ, അതുകൊണ്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്താ പറയുക, എന്നോട് ആർക്കും വെറുപ്പോ ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ എന്നെനിക്ക് പറയാനേ പറ്റുള്ളൂ. ഇനി തോന്നിയാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഗൈസ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്നെ തുടർന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം. താഴെ കമൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട്. ബട്ട് തുടർന്ന് അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കേ എനിക്ക് പറയാനുള്ളൂ. ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.